തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ടാഃ തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. കൽമഷം എന്ന് വെച്ചാൽ നമ്മളുടെ വ്യക്തിത്വമാണ്. ഞാൻ എന്നുള്ള അഭിമാനരൂപമായ വ്യക്തിത്വം. ക ല മ ഷ. ക കാമം ക്രോധം, ല ലോഭം, മ മദം മാത്സര്യം, ഷ എന്നുള്ളതിൽ ഷഡ്വർഗങ്ങളും അടങ്ങിന. ഈ ഒരു വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. കാമം ക്രോധം ലോഭം മോഹം മദം മാത്സര്യം എല്ലാം കൂടെ ചേർന്നത് ഞാൻ എന്നുള്ള അഭിമാനവൃത്തിയുടെ അവാന്തരഫലങ്ങളാണ്. ഈ അഭിമാനവൃത്തി നിശേഷം നിർധൂതമാവുന്നത് എങ്ങനെയാണ്? തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ടാഃ തത്പരായണാഃ. ഇപ്പൊ നമ്മള് സത്സംഗത്തിൽ കേൾക്കണം. ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ഒരു വിദൂര ദർശനം ഉണ്ടാവും. കുളത്തില് പായല് നീക്കിയിട്ട് മുങ്ങും നമ്മള്. അപ്പോ വെള്ളം കാണും. പായല് നീക്കുമ്പോ വെള്ളം കാണുന്ന പോലെ അല്പം ഉള്ളിലൊരു തെളിച്ച ഉണ്ടാവുമ്പോ അധിഷ്ഠാനം കാണും. നമ്മളുടെ സ്വരൂപം എന്താണെന്ന് നമ്മൾ അകമയ്ക്ക് ആ നിശ്ചലമായ അധിഷ്ഠാനത്തിനെ ഒരു ക്ഷണനേരത്തിലേക്ക് ദർശിച്ചു. പിന്നീടോ തദ്ബുദ്ധയ എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് നല്ലവണ്ണം വിചാരം ചെയ്ത് ആ അധിഷ്ഠാനമാണ് നമ്മളുടെ സ്വരൂപം എന്നറിയാം. ചില കുളത്തിൽ മുഴുവൻ പായൽ അടച്ചിട്ടുണ്ടാവും. പായല് കണ്ടാൽ ചിലപ്പോ തോന്നും നല്ല ഗ്രൗണ്ട് പോയിട്ട് ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കാൻ തോന്നും. അപ്പോ അറിവുള്ളവര് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അത് ഗ്രൗണ്ടല്ല, ഇത്തിരി നീക്കി നോക്കിയാൽ വെള്ളം കാണും, ഉള്ളിൽ വെള്ളമാണ്. പിന്നെയും വെള്ളത്തിനെ പായല് മറച്ചാലും ഉള്ളിൽ വെള്ളമുണ്ട് എന്നുള്ള അറിവുണ്ട് അല്ലേ? അതുപോലെ അകമയ്ക്ക് പിന്നെയും അജ്ഞാനം മറച്ചാലും വിചാരം കൊണ്ട് അറിയാണ് ഈ അജ്ഞാനത്തിന് പുറകിൽ നിശ്ചലമായ സച്ചിദാനന്ദം ശാന്തി നമ്മളുടെ സ്വരൂപമുണ്ട് എന്ന് ബുദ്ധി കൊണ്ട് ഇപ്പൊ കേൾക്കണ പോലെ കേട്ട് വിചാരം ചെയ്ത് ഉറപ്പിക്കണതാണ് തദ്ബുദ്ധയ. പിന്നെ ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യുമ്പോ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, ഒരിക്കലും മാറാതെ ഇരിക്കുന്ന ഞാൻ എന്ന അനുഭവം എനിക്കുണ്ടല്ലോ, ആ അനുഭവമാണ് എന്റെ സ്വരൂപം. ശരീരം ജനിക്കുകയും വളരുകയും പരിണമിക്കുകയും ക്ഷയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിൽ ചിത്തവൃത്തികൾ നിരന്തരം വരുന്നുണ്ട്. ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള അവസ്ഥകളൊക്കെ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ പുറകില് ഉണ്ട് അഹം, ഞാൻ എന്നുള്ള അനുഭവം. ഒരു മാറ്റവും കൂടാതെ അതിനു പുറകിൽ നമ്മളുടെ എക്സിസ്റ്റൻസ്, എസൻസ് ഒരു മാറ്റവും കൂടാതെ ഇരിക്കണു. അതാണ് നമ്മളുടെ സ്വരൂപം എന്ന് അറിയുക മാത്രമല്ല, അതിൽ ഞാൻ എന്ന പ്രത്യേക വ്യക്തിത്വം ഉദിക്കുമ്പോ ആ ഉദിക്കുന്നതിനെ ശ്രദ്ധിക്കുകയും ശ്രദ്ധ കൊണ്ട് തന്നെ അത് ഉദിക്കുന്ന സ്ഥലത്ത് ലയിക്കുമ്പോ ഉണ്ടാവുന്ന നിശ്ചലമായ ആ അധിഷ്ഠാനത്തിനെ അതാണ് ഞാനെന്ന് അറിഞ്ഞ് തത്രാത്മത്വം ദൃഢീകുറുവൻ അഹമാദിഷു സന്ത്യജന് ഉദാസീനതയാ തേഷു തിഷ്ഠേത് ഘടപടാധിപത് എന്ന് വിവേക ചൂടാമണിയിലെ പറയും. തത്രാത്മത്വം ദൃഢീകുറുവൻ, ആ കാണുന്ന ആ നിശ്ചലമായ സ്പേസ്, ആ അധിഷ്ഠാനം, അതാണ് എന്റെ യഥാർത്ഥ ആത്മസ്വരൂപം, എന്റെ സ്വരൂപം എന്ന് ഐഡന്റിഫൈയിങ് വിത്ത് ദാറ്റ് സ്പേസ്. പിന്നെ അഹങ്കാരം, മനസ്സിൽ ശരീരമൊക്കെ പൊന്തിയാലും സന്ത്യജൻ, ഇതൊക്കെ തന്നെ ഞാൻ കാണുന്ന വസ്തുക്കളാണ്. ഒരു കുടമോ ഒരു തുണിയോ ഒരു മരമോ ഒരു കല്ലോ എന്തെങ്കിലുമൊക്കെ കാണുന്ന പോലെ എന്റെ ഉള്ളിൽ അഭിമാനത്തിനെയും ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഞാൻ കാണുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് കാണുന്ന വസ്തുക്കളൊന്നും കാണുന്നവനായി ഞാനല്ല എന്ന് അഹമാദിഷു സന്ത്യജന് ഉദാസീനതയാ തേഷു തിഷ്ഠേത്. ഈ അഭിമാനത്തിലും ശരീരത്തിലും മനസ്സിലും ഒക്കെ ഉദാസീന ഭാവം കൊണ്ട് അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ പ്രകൃതിയിലാണ്, എന്നിലില്ല എന്നറിഞ്ഞു ഉദാസീനം, ഇൻഡിഫറന്റ് ആയിട്ട് ഇരിക്കലാണ് തഥാത്മാനഃ എന്ന് പറഞ്ഞത്. ക്രമേണ നമ്മൾക്ക് വ്യവഹാരദശയിലും അതിനെ മറക്കാത്ത നിത്യനിരന്തരമായ ആ അസ്തിത്വത്തിന്റെ നിശ്ചലമായ നമ്മളുടെ അധിഷ്ഠാനത്തിന്റെ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലുള്ള ശാന്തിയുടെ, മൗനത്തിന്റെ അനുഭവം പെരുകി വരും.
അതാണ് തന്നിഷ്ഠാഹ. ഇതിനൊക്കെ പുറകില് തത്പരായണാഹ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇനി അത് തന്നെ വഴിയുള്ളൂ, ഇനി അതാണ് എനിക്ക് ലക്ഷ്യം, അതാണ് തത്പരായണത്വം. വ്യവഹാരം ലക്ഷ്യമല്ല. എന്നുവെച്ചാൽ വ്യവഹരിക്കണില്ല എന്നില്ല. സന്യാസിയാണെങ്കിലും ഭിക്ഷ എടുക്കാൻ വ്യവഹരിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ വ്യവഹരിക്കണില്ല എന്നില്ല, വ്യവഹരിക്കുന്നുണ്ട്, പക്ഷെ വ്യവഹാരം ലക്ഷ്യമല്ല. വ്യവഹാരം ലക്ഷ്യമായാൽ ആത്മാനുഭവത്തിൽ ഇരിക്കാൻ പറ്റില്ല. അധ്യാത്മ സംഘടനകളൊക്കെ തുടങ്ങുമ്പോൾ വരുന്ന കുഴപ്പത്താണ്. ആധ്യാത്മികമായി ജ്ഞാനികളും സന്യാസികളും തത്വമറിഞ്ഞവരും പ്രവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആധ്യാത്മികമായി പ്രവർത്തിക്കണമെന്നും അത് തന്റെ വ്യവഹാരമാണെന്നും അത് ചെയ്യാനായി താൻ സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണെന്നും ആ സംഘടനയെ വെച്ചു പുലർത്തണമെന്നും അതിന് ധനത്തിന്റെ ആവശ്യമുണ്ടെന്നും അതിന് ഗവൺമെന്റിൽ നിന്ന് സമ്മതിപത്രം വേണമെന്നും പൊതുജനങ്ങളുടെ അംഗീകാരം വേണമെന്നും എന്നുള്ള വ്യവഹാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അഭിമാനത്തിനെ ഉദിപ്പിക്കാതെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് വ്യവഹരിച്ചു നോക്കുമ്പോൾ, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. വ്യവഹാര പ്രാധാന്യം ഉണ്ടെങ്കിൽ ഈ സ്ഥിതിയിലിരിക്കാൻ പറ്റില്ല. വ്യവഹരിക്കുന്നത് കൊണ്ട് ഈ സ്ഥിതിക്ക് തടസ്സം വരില്ല. വ്യവഹാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഈ സ്ഥിതിയിലിരിക്കാൻ പറ്റില്ല. യു മേ ഹാവ് ദ നോളജ് ഓഫ് ദി സ്റ്റേറ്റ്, ബട്ട് ദി സ്റ്റേറ്റ് വിൽ നോട്ട് സ്റ്റേ വിത്ത് യു. ഒരു ചെറിയൊരു ഗ്ലിംസ് അതിലൂടെ കടന്നുപോയാൽ തന്നെ അതിന്റെ അറിവ് നമുക്ക് കിട്ടും. പിന്നെ പുസ്തകമൊക്കെ നോക്കിയാൽ മനസ്സിലാവും, പറയാൻ പറ്റും, അതിന്റെ ഇൻസൈറ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിൽക്കാൻ പറ്റില്ല. എന്ത് കാരണം? നമുക്ക് വ്യവഹാരം മുഖ്യമാണ്. വ്യവഹാരം മുഖ്യമാണെങ്കിലോ എനിക്ക് ഞാൻ എന്നുള്ള അഭിമാനം ഇല്ലാതെ വ്യവഹാര മുഖ്യത്വത്തിനെ നിർത്താൻ പറ്റില്ല. എനിക്ക് സൊസൈറ്റി പ്രധാനമാണ്, വ്യവഹാരം പ്രധാനമാണ്, ഇതൊക്കെ പ്രധാനമാവുമ്പോൾ എന്റെ പേഴ്സണാലിറ്റി എനിക്ക് പ്രധാനമായിട്ട് തീരും. അപ്പൊ എന്താവും? എന്റെ പേഴ്സണാലിറ്റി കള്ളമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ പേഴ്സണാലിറ്റിക്ക് ചിലതൊക്കെ അംഗീകരിക്കുകയും ചില രീതിയിൽ പ്രവർത്തിക്കുകയും അതിന്റെ അഭിമാന അഹങ്കാരങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്യും. അഭിമാനദ്വേഷം ഈ സ്ഥിതിക്കും അഭിമാനത്തിനും ചേർന്ന് പോവില്ല. ഈ സ്ഥിതിക്കാണ് ഭക്തി എന്ന് പേര്. നാരദൻ ഭക്തിസൂത്രത്തിൽ അതാണ് പറയണത്. ഈശ്വരസ്യാപി അഭിമാനദ്വേഷിത്വാത് ദൈന്യപ്രിയത്വാച്ഛ എന്ന് നാരദ ഭക്തിസൂത്രം. അതായത് ഈശ്വരൻ അഭിമാനദ്വേഷിയാണ് എന്നാണ്. എന്നുവെച്ചാൽ അഭിമാനം ഉദിക്കുമ്പോൾ ആ അനുഭവം പോയി പോകും. അപ്പൊ തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഇങ്ങനെ നിത്യനിരന്തരം ആ സ്റ്റേറ്റില്, ആ സ്ഥിതിയില് രമിച്ചുകൊണ്ടും ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. അയാൾക്ക് ലോകത്തിൽ ചെയ്യാൻ ഒരു കർമ്മവുമില്ല, ഒന്നും ചെയ്തിട്ടൊന്നും കിട്ടാനുമില്ല, ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെടാനുമില്ല, എന്നാൽ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. അതാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ പ്രവർത്തിക്ക് ഒരു ലക്ഷ്യമോ, പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാനോ, പ്രവൃത്തിയിൽ ഒരു അഭിമാനം കൊണ്ട് സുഖിക്കാനോ ഒന്നുമില്ല. വാസ്തവത്തിൽ ഇതുകൊണ്ട് നമുക്ക് സമ്പൂർണമായ സാമ്രാജ്യലാഭമാണ്, ശാന്തിയാണ്, ആനന്ദമാണ്. എന്നാലും അഭിമാനം മുഖ്യമായിട്ടുള്ള സമൂഹ ജീവികൾക്ക് ഇതിനെ പേടിയും തോന്നും. അസ്പർശയോഗോ വൈനാമ സർവസത്വ സുഖാവഹ യോഗിനോപി ബിഭ്യതേ ഹ്യസ്മിൻ അഭയേ ഭയദർശിനഃ. ഭയപ്പെടാൻ പാടില്ലാത്തതായി ഇതിനെ യോഗികളായ ചില ആളുകൾ പോലും അയ്യോ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി പോകും, എന്റെ എല്ലാം പോയി പോകും എന്നൊക്കെ പേടി തോന്നും. അത്രേ. ചക്രവർത്തി പദം തരുന്നതാണത്. വളരെ സിമ്പിളാണ്. എന്നാലും നമ്മളുടെ മനസ്സ്, നമ്മളുടെ ഉള്ളിലുള്ള അഭിമാനം, എത്രയോ ജന്മങ്ങളായി വെച്ചു പുലർത്തിയിരിക്കുന്ന ഈ വ്യക്തി അഹങ്കാരം നമ്മളെ അതിന് തടസ്സമായി നിൽക്കുന്നു. അതിനെ നീക്കാനാണ് ജ്ഞാനത്തിനെ സ്വീകരിക്കുക, വിചാരം ചെയ്യുക. ഞാൻ ആരാണെന്ന് വിചാരം ചെയ്യുക, എന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്തു നോക്കുക. ഞാൻ 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 എന്ന് നിരന്തരം ഉള്ളില് ഒരു റെപ്പറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലാ വ്യവഹാരവും എന്റെ വ്യവഹാരമാണ്,
എനിക്കാണ് നടക്കുന്നത്, എന്റെ ലൗകിക ജീവിതം, എന്റെ ആധ്യാത്മിക ജീവിതം, എന്റെ കുടുംബ ജീവിതം, എന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ കേന്ദ്രസ്ഥാനത്തിലുണ്ടാവുന്ന ആ സ്പന്ദനം, എന്റെ, ഞാൻ, എനിക്ക് വേണ്ടി, ആ സ്പന്ദനത്തിനെ ശ്രദ്ധിക്കുന്തോറും നമ്മൾ കാണാം ആ സ്പന്ദനത്തിന്റെ ഉറവിടമായ സ്ഥലത്ത് തികച്ചും അസ്പന്ദമാണ്. അവിടെ ഒരു സ്പന്ദനവുമില്ല, അവിടെ നിശ്ചലമാണ്. ആ നിശ്ചലമാണ് നമ്മളുടെ സ്വരൂപം. അതിന്റെ മേലെ ഈ സ്പന്ദനം വെറും ഒരു സ്ക്രീനിൽ സിനിമ പോലെ ഇല്ലാത്തതൊന്ന് തോന്നണതാണ്. അത് ഇല്ലാത്തതാണെന്നും ആ നിശ്ചലമായ അധിഷ്ഠാനമാണ് നമ്മളുടെ സത്യമായ സ്വരൂപമെന്നും അറിഞ്ഞു കഴിയുമ്പോ തന്നിഷ്ഠനായിട്ട് തീരും. അതില് താനിരിക്കും, താനതാവും. താനതാവുമ്പോഴാണ് അതിന്റെ ആനന്ദം, അപ്പോഴാണ് അതിന്റെ പൂർണ്ണത, അപ്പോഴാണ് അഭയം, അപ്പോഴാണ് അമൃതത്വം. ആ സ്ഥിതിയിലിരിക്കുന്നവന് പിന്നെ വ്യവഹാരം മുഖ്യമല്ലാതാവുമ്പോ സമദർശിത്വം വന്നു. സമദർശിത്വം എന്ന് വെച്ചാൽ ഒന്നും അയാളിൽ വിഷമദർശിത്വം ഉണ്ടാക്കില്ല. അല്ലാതെ വ്യവഹരിക്കുമ്പോ എല്ലാത്തിനോടും സമമായി വ്യവഹരിക്കും എന്നല്ല അർത്ഥം. വിഷമദർശിത്വം അയാളിൽ ഇല്ലാതായിട്ട് തീരും. അതായത് ഒന്നുകൊണ്ടും അയാളുടെ ഉള്ളിലുള്ള ഈ സമത്വം, ശാന്തി ഭഞ്ജിക്കപ്പെടില്ല എന്നർത്ഥം. എങ്ങനെയുള്ള ആളെ കണ്ടാലും, അല്ലെങ്കിൽ നമുക്ക് അഭിമാനവൃത്തി ഉള്ളത്തോളം കാലം ഒരാളോട് പ്രത്യേകതയും, ഒരാളോട് ഭയവും, ഒരാളോട് ആദരവും, ഒരാളോട് ദ്വേഷവും, ഒരാളോട് സ്നേഹവും, ഒരാളോട് വെറുപ്പും ഒക്കെ ഉണ്ടാവും. ഒരു വലിയ മഹാപുരുഷൻ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ രാജ്യത്തിലത്തെ രാജാവോ മന്ത്രിയോ വലിയ വലിയ ഒഫീഷ്യൽസൊക്കെ ആ പ്രസംഗം കേൾക്കാനായിട്ട് വന്നിരുന്നു. അദ്ദേഹം കുറച്ചു നേരത്തേക്ക് ഒന്ന് നിർത്തുകയും പിന്നെ തുടരുകയും ചെയ്തു. ആ പ്രസംഗം കഴിഞ്ഞിട്ട് ആ സ്വാമി പറഞ്ഞു, ഇന്നത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇനി ഞാൻ കുറച്ചു കാലം ഏകാന്തമായി സത്സംഗത്തിനായി മറ്റു പല മഹാത്മാക്കളെ അന്വേഷിച്ച് ഞാൻ പുറപ്പെടുകയാണ്. അങ്ങെന്തിനാപ്പോ മറ്റൊരു സ്ഥലത്തേക്ക് ഇനി അന്വേഷിച്ചു പോണത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനിയും പൂർണ്ണനായിട്ടില്ല. കാരണം ഈ രാജാവോ മന്ത്രിയോ ഈ സ്പെഷ്യൽ ഒഫീഷ്യൽസോ ഒക്കെ വന്നപ്പോ ഞാൻ പ്രത്യേകത കാണിച്ചിട്ടില്ലെങ്കിൽ കൂടെ എന്റെ ഉള്ളിലൊരു ചെറിയൊരു മിടുപ്പും എന്റെ കൈ ഇത്തിരിയൊക്കെ വേർക്കാനൊക്കെ തുടങ്ങി. അപ്പോ എനിക്ക് ഇനിയും ഉള്ളില് ചിലര് സ്പെഷ്യലാണെന്നുള്ള ഭാവമുണ്ട്, ഒരു പരിഭ്രമമുണ്ട്. അപ്പോ ഇനിയും ഞാൻ സമത്തിലിരുന്നിട്ടില്ല, യോഗസ്ഥിതിയിലിരുന്നിട്ടില്ല. അപ്പോ യോഗസ്ഥിതിയിൽ ഇരിക്കുന്ന ആൾക്ക് എന്താണ് അയാളുടെ ദർശനം? അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനീ ശുനിചൈവ സ്വഭാഗേ ച പണ്ഡിതാഃ സമദർശിനഃ. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനിചൈവ സ്വഭാഗേ ച പണ്ഡിതാഃ സമദർശിനഃ. ഉത്തമ സംസ്കാരവതി ബ്രാഹ്മണേ സാത്വികേ മധ്യമായാം ച രാജസ്യാം ഗവി സംസ്കാരഹീനായാം അത്യന്തമേവ കേവല താമസേ ഹസ്ത്യാദൗ സത്വാദിഗുണൈഃ തജ്ജൈശ്ച സംസ്കാരൈഃ തഥാ രാജസൈഃ തഥാ താമസൈശ്ച സംസ്കാരൈഃ അത്യന്തമേവ അസംസ്പൃഷ്ടം സമം ഏകം അവിക്രിയം തദ് ബ്രഹ്മ ദ്രഷ്ടും ശീലം യേഷാം തേ പണ്ഡിതാഃ സമദർശിനഃ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ സ്വഭാഗേ ച. നല്ല വിദ്യാസമ്പന്നനായ സംസ്കാരമുള്ള ഒരു ബ്രാഹ്മണനിലും, ബ്രാഹ്മണൻ എന്ന് വെറുതെ പേര് പറഞ്ഞില്ല, നല്ല സംസ്കാരമുള്ളവനും വിദ്യ ആർജിച്ചിട്ടുള്ളവനും വിനയസമ്പന്നനും എല്ലാ ശീലമുമുള്ള ഒരു ബ്രാഹ്മണൻ എന്ന് പറയാവുന്ന ഒരു ബ്രാഹ്മണനിലും, ഒരു പശുവിലും, ഒരു ആനയിലും, ഹസ്തിനി, ശുനി ഒരു നായിലും,
നായുടെ മാംസം ഭക്ഷിക്കുന്ന ചണ്ടാളനും ശ്വപാകെ പണ്ഡിതാഹ സമദർശിനാഹ. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മദർശനം എന്നാണ് അർത്ഥം, അല്ലാതെ പുസ്തക പാണ്ഡിത്യമല്ല. പണ്ഡ ആത്മവിഷയാ ബുദ്ധി യേശാം തേഹി പണ്ഡിതാഹ. ആത്മജ്ഞാനം ആർക്കുണ്ടോ അവരെയാണ് പണ്ഡിതന്മാര് എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. ആ വാക്കുകൾ പിന്നീട് മറ്റു പലർക്കും ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അത് ചുവട്ടിലേക്ക് വീണു പോകുന്നത്. ആളുകള് എല്ലാ വാക്കുകളെയും എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കും. അങ്ങനെയാണ് ചില വാക്കുകളൊക്കെ കുറെ കാലം കഴിയുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഫ്രാഗ്രൻസ്, അതിന്റെ ഒരു സുഗന്ധം നഷ്ടപ്പെട്ടു പോണത്. ഇപ്പൊ നമുക്ക് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഉടനെ കുറച്ച് പുസ്തകമൊക്കെ തൂക്കി നടക്കുന്ന ആളെയാണ് ഓർമ്മ വരിക. പക്ഷെ ഗീത ആദ്യം പ്രയോഗിക്കുമ്പോൾ ഈ വാക്കിന് അർത്ഥമല്ല. ഭക്തി, ഈ വാക്കുകളൊക്കെ അങ്ങനെയാണ്. കുറെ കാലം കഴിയുമ്പോൾ ആളുകൾ അവരുടെ ഭാവനയെ ആ വാക്കുകളിൽ ഇട്ടിട്ട് നശിപ്പിക്കുകയാണ്. ന്യൂസ് പേപ്പറിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ചില, ഇതിന് പതഞ്ജലി പറയണു എന്താ വികല്പമെന്ന്, ഒരു വാക്ക് പ്രയോഗിച്ച് വേറെ അർത്ഥത്തിൽ ഒരു വാക്ക് പ്രയോഗിക്കുക. അങ്ങനെ കുറെ കഴിയുമ്പോൾ നല്ല വാക്കുകളൊക്കെ കെടുവന്നു പോകും. ന്യൂസ് പേപ്പർ റൈറ്റേഴ്സിനെയൊക്കെ കാണാം. ഏതെങ്കിലും ഒരു ആള് ദുഷിച്ചു പോയാൽ അയാളുടെ പേര് നല്ല ഒരു പേരിനെ വെച്ചിട്ട് അയാളെ ആ നല്ല പേരിന്റെ സുഗന്ധം ഇല്ലാതാക്കി തീർക്കും. അതേപോലെയാണ് ഈ പണ്ഡിതൻ എന്നുള്ള വാക്ക്. സ്കോളർ, ശാസ്ത്രം പുസ്തകമായി പഠിച്ചിട്ടുള്ള ആള് എന്ന് മാത്രമുള്ള അർത്ഥമല്ല. ആത്മജ്ഞാനമാണ് പാണ്ഡിത്യമെന്നും ഭഗവാനും പറയുന്നു, ഉപനിഷത്തും പറയുന്നു, എല്ലാം പറയുന്നു. ആ പണ്ഡിതന്റെ ലക്ഷണമാണ് ഭഗവാൻ ഇവിടെ പറയണത്. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെ കാണുമ്പോഴും നായിനെ കാണുമ്പോഴും എല്ലാരിലും സമം അവിക്രിയം ബ്രഹ്മ ദ്രഷ്ടും ശീലം ഏഷാം. സമമായ ഒരു വികാരവുമില്ലാത്തതായ സത്തയെ അയാൾ കണ്ടുകൊണ്ടിരിക്കും. അതിനർത്ഥം ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നു എന്നല്ല അർത്ഥം. താൻ അതിലാണ് ഇരിക്കുന്നത്. തന്റെ ഇരുപ്പിന് വിദ്യാവിനയ സമ്പന്നനായ ഒരു ബ്രാഹ്മണൻ വന്നാലോ, പശു വന്നാലോ, ആന വന്നാലോ, ചണ്ടാളൻ വന്നാലോ ആ ഇരുപ്പിലൊരു വികല്പം ഉണ്ടാവില്ല എന്നർത്ഥം. ദ്രഷ്ടും എന്ന് വാക്ക് പറയുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാവണത്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണത് ഇയാൾ അതിലെന്തോ ഒരു വസ്തുവിനെ കാണുന്നു എന്നാണ്. ഈ ഇസ്കോണിന്റെ പുസ്തകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണന്റെ ഹൃദയത്തിലൊരു വിഷ്ണുവിന്റെ ചിത്രം, നായുടെ ഹൃദയത്തിലൊരു വിഷ്ണുവിന്റെ ചിത്രം, ചണ്ടാളന്റെ ഹൃദയത്തിലൊരു വിഷ്ണുവിന്റെ ചിത്രമൊക്കെ വരച്ചു വെച്ചിരിക്കും. ഇതൊക്കെ ഇമാജിനേഷന് കൊള്ളാം, പക്ഷെ പ്രായോഗികമായി വരുമ്പോൾ ഒന്നും നടക്കില്ല. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വസ്തുക്കളിൽ ഭഗവാനെ കാണൽ എന്ന് പറയുമ്പോ എന്താ, വസ്തുക്കൾ മുമ്പിൽ വരുന്നത് കൊണ്ട് അകമേയുള്ള ഭഗവത് ദർശനം ഭഞ്ജിക്കപ്പെടാതിരിക്കൽ എന്നാണ് അർത്ഥം. അല്ലാതെ വസ്തുക്കളിൽ ഒബ്ജക്റ്റീവായ ഒരു രൂപത്തിനെ കാണലല്ല. അയാൾ ഒന്നും കാണുന്നില്ല. കാണുക, കാഴ്ച എന്നുള്ള ത്രിപുടിയൊന്നും അയാളിലില്ല. ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന ഉപനിഷദുക്തിരഹസ്യമോർത്തിടയണം. ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് വെച്ചാൽ ഞാനെന്നും പ്രപഞ്ചമെന്നും കാണുക എന്നുള്ള ഈ ത്രിപുടി ഇല്ലാതെ കേവല സത്താമാത്രമായ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സ്ഥിതിയാണ്. അത് എന്റെ വ്യക്തിത്വത്തിനെ വെച്ച് പുലർത്തണമെന്ന ആഗ്രഹമുള്ളതും അഭിമാനത്തിന് വിടാൻ സമ്മതമല്ലാത്തതുമായ ആൾക്ക് സാധ്യമല്ല. അയാളാണ് കപടൻ. അയാൾക്ക് കാപട്യം എന്താണ്, കൈതവം എന്താണ്? തന്റെ വ്യക്തിത്വത്തിലുള്ള പ്രബലമായ പറ്റ്. അപ്പോ ബ്രാഹ്മണനെ കണ്ടാലും ആ ബ്രാഹ്മണനിലും അയാൾ ഭഗവാനെ കാണുന്നു എന്ന് വെച്ചാലോ, ബ്രാഹ്മണന്റെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്ന സത്ത തന്നെയാണ് തന്നിലിരിക്കുന്നത്. ആ ബ്രാഹ്മണനെ കാണുന്നത് കൊണ്ട് അയാൾക്ക് പരിഭ്രമമൊന്നുമില്ല, സമദർശിത്വമാണ്. രമണ ഭഗവാന്റെ മുമ്പിൽ വലിയ വലിയ ആളുകളൊക്കെ വന്നു, ചെറിയ ചെറിയ ആളുകളൊക്കെ വന്നു, പശു വന്നു, കുരങ്ങൻ വന്നു, മയില് വന്നു, എല്ലാം വരുമ്പോഴും താൻ തന്റെ സ്ഥിതിയിൽ തന്നിൽ തന്നെയാണ്. വിദ്യാവിനയ സമ്പന്നരായ എത്രയോ ബ്രാഹ്മണര് ഭഗവാന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, അവിടെയും ചലനമില്ല. ജ്ഞാനികൾ ഭഗവാനെ കാണാൻ വന്നു, ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ള
എത്രയോ പേര് പുരി ശങ്കരാചാര്യർ കാണാൻ വന്നു, അപ്പോഴും താൻ അതേ ഇരിപ്പ് തന്നെയാണ്. നാരായണ ഗുരു കാണാൻ വന്നു, അപ്പോഴും താൻ അതേ സ്ഥിതി തന്നെയാണ്. എത്രയോ സ്വാമി രാമദാസ് കണ്ടു, പലരും കണ്ടു. ആ കണ്ടവരൊക്കെ മുമ്പിൽ പോയാലും തനിക്ക് അവരിലൊരു പ്രത്യേകതയില്ല. സനത്കുമാര മഹർഷിയെ കുറിച്ച് പറയും. സനത്കുമാരനെ ഒരു ദിവസം പാർവതി പരമേശ്വരന്മാർ കാണാൻ വന്നു. പാർവതി പരമേശ്വരന്മാർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും സനത്കുമാരന് ഒരു ചലനവുമില്ല. പാർവതി ദേവി ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ബ്രഹ്മനിഷ്ഠയെന്നാണ്. കാരണം സാധാരണ മനുഷ്യൻ വന്ന് പരിഭ്രമിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ, പാർവതി പരമേശ്വരന്മാർ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും ഒരു ചലനവുമില്ല. അപ്പൊ പരമേശ്വരൻ പാർവതിയോട് ചോദിക്കുകയാണ്, പരമാത്മവസ്തുവിൽ ശിവനെന്നോ വിഷ്ണുവെന്നോ ബ്രഹ്മാവെന്നോ വലിയ ബ്രഹ്മമെന്നോ ചെറിയ ബ്രഹ്മമെന്നോ ഉണ്ടോ? വസ്തു ഒന്നേ ഉള്ളൂ. അതിൽ ഒരു മാറ്റവുമില്ല, ഒരു വിക്രിയയുമില്ല. അതിൽ പ്രതിഷ്ഠിതനായ ആള് എത്ര വലിയ ആള് വന്നാലും പരിഭ്രമിക്കില്ല. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി പശുവിനെ കണ്ടാലും ശരി, ഹസ്തിനി ആനയെ കണ്ടാലും ശരി, ശുനി ചൈവ സ്വഭാഗേച്ച്. മഹർഷിയുടെ മുമ്പിൽ ആ പശു ലക്ഷ്മി വരുമ്പോഴും ആ ലക്ഷ്മിയോടും എല്ലാവരോടും ഉള്ള പോലെ തന്നെ. നായ്ക്കളൊക്കെ വരും, ആ നായ്ക്കൾ വരുമ്പോഴും അവർക്കും മനുഷ്യനും ഒക്കെ ഒരേ പോലെ തന്നെ ട്രീറ്റ്മെന്റ്. എത്ര താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ സംസ്കാരഹീനരായിട്ടുള്ള ആളുകൾ വന്നാലും ശരി, അവരിലും അതേ തന്നെയാണ്. ഇത് വ്യവഹാര പ്രാധാന്യം ഉണ്ടെങ്കിൽ ഈ സമദർശിത്വം സാധ്യമല്ല. നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്താ? നമുക്ക് വ്യവഹാര പ്രാധാന്യം ഉള്ളതുകൊണ്ട് സമദർശിത്വം നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ നമ്മളുടെ വ്യവഹാര ജീവിതം താറുമാറാവും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വ്യവഹാര പ്രാധാന്യം ഉണ്ടെങ്കിൽ സമദർശിത്വം സാധ്യമല്ല. സമദർശിത്വം കൊണ്ടുവന്നാൽ വ്യവഹാരം താറുമാറാവും. സമദർശിത്വം കൊണ്ടുവരാൻ ശ്രമിച്ച മഹാത്മാക്കളെയൊക്കെ സമൂഹം പുറന്തള്ളുകയും അവരുള്ള കാലത്ത് ഉപദ്രവിക്കുകയും അവർ പോയ ശേഷം ഫോട്ടോ വെച്ച് പൂജിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകനാഥനാവട്ടെ, രമണ ഭഗവാന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഭഗവാന്റെ ഭക്തന്മാരിൽ ഒരാളാണ്. രമണഗീതയിൽ അദ്ദേഹം ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. കാവ്യകണ്ഠ ഗണപതി മുനിയുടെ ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തിന് ഗജാനനൻ എന്നാണ് പേര്. ഗോകർണത്തിലെ ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് കാവ്യകണ്ഠ ഗണപതി മുനി കൊടുത്ത പേര് ദൈവരാധൻ എന്നാണ് പേര്. ഈ ദൈവരാധന് 18 വയസ്സില് രേണുകാംബ കോവിലിൽ കാവ്യകണ്ഠ ഗണപതി മുനിയുടെ കൂടെ തപസ് ചെയ്തുകൊണ്ട് കുറച്ചു കാലം വസിക്കുമ്പോ അദ്ദേഹത്തിന് അന്ന് സംസ്കൃതം പോലും ശരിക്കും അറിയില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് മുതൽ ചില വേദമന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. താൻ പഠിക്കാത്തതായിട്ടുള്ള വേദമന്ത്രങ്ങൾ. കാവ്യകണ്ഠ ഗണപതി മുനി അതൊക്കെ എഴുതിയെടുത്ത് അതിന് ഭാഷ്യം രചിച്ചു. നഷ്ടപ്പെട്ടു പോയ ഋഗ്വേദ മന്ത്രത്തിലെ ശാഖകളാണിതൊക്കെ എന്ന് കാവ്യകണ്ഠനെ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പൊ അതൊന്നും ആ മന്ത്രങ്ങളില്ല. അത്തരം മന്ത്രങ്ങളാണ്. ദർശനം, വീണ്ടും ദർശനമുണ്ടായി. അതിന് ഛന്ദോദർശനം ദൈവരാധ ശാഖ എന്ന പേരില് ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തിരുന്നു. കുറെ മന്ത്രങ്ങൾ. ഛന്ദോദർശനം ദൈവരാധ ശാഖ എന്ന പേരിൽ. അത് കാവ്യകണ്ഠന്റെ ഭാഷ്യത്തോടു കൂടെ തന്നെ. ആ ദൈവരാധൻ മഹർഷി ദൈവരാധൻ എന്ന് തന്നെ അദ്ദേഹത്തിന് നാമവും കൊടുത്തു. ദൈവരാധൻ നേപ്പാൾ മഹാരാജാവിന് കുറച്ചു കാലം ഗുരുവൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പരമ്പരയൊക്കെ ഇപ്പോഴുണ്ട്. ഗോകർണത്തിൽ അദ്ദേഹം പിൽക്കാലത്ത് വന്ന് ബ്രാഹ്മണ അഗ്രഹാരത്തിൽ താമസിക്കുകയും, ഈയിടെ ഞാൻ അതിന്റെ ചില കഥകളൊക്കെ ഇങ്ങനെ കേട്ടു. വൈദിക ഋഷികളെ പോലെ ഒരു ഋഷി ആണെങ്കിലും തപോനിഷ്ഠനാണെങ്കിലും ആരെ കണ്ടാലും വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും എല്ലാവരോടും സമമായി പെരുമാറുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വ്യവഹാരത്തിൽ ബുദ്ധിമുട്ട് വരികയും സമൂഹത്തിലുള്ളവർ അദ്ദേഹത്തിനെ പല വിധത്തിലും പുറന്തള്ളുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. ഇപ്പോ എല്ലാവരും ആ ഫോട്ടോ ഒക്കെ വെച്ച് ആരാധിക്കേണ്ടതെന്നൊക്കെ പറയണു. പക്ഷെ അന്ന് അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് ഒരു ഋഷിവര്യനാണെന്നൊക്കെ അറിയാനൊന്നും എല്ലാവർക്കും ഒന്നും സാധിച്ചില്ല എന്നാണ്.
എന്താ വ്യവഹാരത്തിൽ വരുമ്പോ സമൂഹത്തിന് ചില നിയമങ്ങളുണ്ട്. മഹാത്മാക്കളാണെങ്കിലും ജീവൻ മുക്തന്മാരാണെങ്കിലും ജ്ഞാനികളാണെങ്കിലും നമ്മൾ കാണിക്കുന്ന കോമാളിത്തരങ്ങളിൽ കുറച്ചെങ്കിലും അവർ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ വെച്ചുവെക്കില്ല. അതുകൊണ്ട് തന്നെ പരമഹംസന്മാര് പോലും നമ്മൾ ചെയ്യുന്ന ചിലതൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട്. അപ്പോ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ, ഇവിടെ പൂർണ്ണജ്ഞാനനിഷ്ഠനെ ഭഗവാൻ പറയാണ് വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും എല്ലാരിലും ഒരേ പരമാത്മാവാണ് ഉള്ളത് എന്ന് തന്നിലുള്ള വസ്തുവിനെ അറിയുന്ന ജ്ഞാനനിഷ്ഠൻ അറിയുന്നു. ജ്ഞാനേശ്വരന്റെ കഥയുണ്ടല്ലോ, എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എരുമ വേദം ചൊല്ലുവോ എന്ന് ചോദിച്ചു. അഗ്രഹാരത്തിലെ ബ്രാഹ്മണരൊക്കെ ചോദിച്ചു, എരുമ വേദം ചൊല്ലുവോ? എല്ലാം പറയണതൊക്കെ ശരി, എല്ലാം ബ്രഹ്മമാണെന്ന് വെച്ചാൽ എരുമ വേദം ചൊല്ലണം എന്ന് അർത്ഥമില്ല. ഓരോന്നും അതിന്റെ ഉപാധിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എല്ലാത്തിലും കറണ്ട് ഉണ്ട്, ഫാനിൽ കാറ്റ് വരുന്നു, ബൾബിൽ ലൈറ്റ് വരുന്നു, ഫ്രിഡ്ജ് തണുപ്പിക്കുന്നു, ഹീറ്റർ ചൂടാക്കുന്നു. എല്ലാത്തിനും പുറകിൽ ഒരേ ഇലക്ട്രിസിറ്റിയാണോ ഉള്ളതെങ്കിലും ഇതിന്റെയൊക്കെ ഉപാധിയുടെ സ്വഭാവം വേറെയാണ് അല്ലേ? ഹീറ്ററിൽ ചൂടാക്കുന്നു. അപ്പൊ ഇലക്ട്രിസിറ്റി ചൂടായിട്ടുള്ളതാണോ, ഇലക്ട്രിസിറ്റി തണുപ്പായിട്ടുള്ളതാണോ? ടേപ്പ് റെക്കോർഡറിലെ ഇലക്ട്രിസിറ്റി പാട്ട് പാടുന്നു എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഭാഗവതരാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്തു പറയും? ഇലക്ട്രിസിറ്റി പാട്ട് പാടുമോ? ഏതേതിലിരിക്കുന്നുവോ അതാതിന് പുറകിൽ അത് പ്രചോദനം കൊടുക്കും. ഇലക്ട്രിസിറ്റി തണുപ്പായിട്ടിരിക്കുവോ? തൊട്ടു നോക്കിക്കോളൂ അല്ലേ? അതിന് അതിൻ്റെതായ സ്വഭാവമില്ല. ഇതാണ് ഒരു സാധാരണ നിയമം. അപ്പോ ഏതിനു പുറകിലുമുള്ള ചേതന അതാതിന് ചൈതന്യം കൊടുക്കുന്നു. എരുമയുടെ ശരീര ഉപാധിക്ക് അത് ചൈതന്യം കൊടുക്കണം. ഇതാണ് ശരിക്ക് ജ്ഞാനപരമായി ഉത്തരം പറയേണ്ടത്. പക്ഷെ ഇവര് അതിനു മേലെ കുറുമ്പ് പിടിച്ചവരാണ്. അവരുടെ അടുത്ത് അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ജ്ഞാനേശ്വരൻ എരുമയിലേക്ക് താൻ തന്നെ അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ചെയ്തത്. മഹായോഗിയായ ജ്ഞാനേശ്വരൻ താൻ തന്നെ എരുമയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് വേദം ചൊല്ലുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ എരുമയിലുള്ള അന്തര്യാമിയെ ഉണർത്തിവിട്ടു. എരുമ വേദം ചൊല്ലാൻ തുടങ്ങി. അപ്പൊ ഈ ബ്രാഹ്മണരും പഠിച്ചു, എരുമയെ കൊണ്ടുവന്ന ആ കൂലിക്കാരനും പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ എരുമ എനിക്ക് വേണ്ട. പാല് ഇറക്കാനാണ് എരുമ, അത് വേദം ചൊല്ലാൻ തുടങ്ങിയ ബുദ്ധിമുട്ട്. എരുമ എനിക്ക് വേണ്ട. അപ്പൊ ഇവരൊക്കെ കൂടെ അഗ്രഹാരത്തിൽ എല്ലാരും കൂടെ എരുമയെ ഇത്തിരി വില കൊടുത്ത് വാങ്ങിച്ചു. എന്നാ അവരവരുടെ വീട്ടിൽ കൊണ്ട് കെട്ടാൻ പാടില്ലേ? ഓരോരുത്തരും പറയണു ഈ കാര്യത്തിൽ എന്റെ വീട്ടിൽ കെട്ടിക്കോ, എന്റെ വീട്ടിൽ വേണ്ടെന്നാണ്. എന്താന്ന് വെച്ചാൽ ഈ എരുമ നല്ല ഘനപാടിയാണോ? ഇപ്പോ நாளைக்கு மந்திரம் சொல்றத எருமை திருத்தி கொடுத்ததானாக்கா எருமையை வச்சுட்டு எப்படி வேதம் சொல்றது? இந்த எருமைக்கு சர்வசாஸ்திரமும் தெரியாதுன்னு யாரு கண்டா? அது ஏதாவது திருத்திட்டுனாக்கா ரொம்ப கஷ்டமாயிடும். ലാസ്റ്റിലെ എരുമയെ ജ്ഞാനേശ്വരന്റെ കയ്യിൽ തന്നെ കൊടുത്തു. ആ എരുമയും കൊണ്ടുപോയി എന്നാണ് ജ്ഞാനദേവൻ. ഗീതയൊക്കെ എഴുതുമ്പോ എരുമയ്ക്ക് കാണിച്ചു കൊടുക്കും അത്ര. ഈ ജ്ഞാനേശ്വരി ഗീതയൊക്കെ എരുമയും തലയാട്ടിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ പശുവിലും ശേഷാദ്രി സ്വാമി ഇങ്ങനെ ഒരു എരുമയെ കൂട്ടിക്കൊണ്ട് നടക്കും തിരുവണ്ണാമലയിലും. ചിലപ്പോ ആരെങ്കിലുമൊക്കെ നല്ല ഷാളൊക്കെ സ്വാമിക്ക് കൊടുത്താൽ സ്വാമി വളരെ നേരം മെനക്കെട്ടിരുന്ന ആ ഷാളിൽ ദ്വാരം ദ്വാരമായി ഡിസൈനൊക്കെ ഇട്ട് വെട്ടി മുറിച്ച് എരുമയുടെ വാലിലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കും. എരുമയുടെ കഴുത്തിൽ മാലയായിട്ട് കെട്ടിക്കൊടുക്കും. ആളുകൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ. എന്നിട്ട് എരുമയെ പൂജിക്കും. ബ്രഹ്മം എന്താണെന്ന് ഒരാൾ ചോദിച്ചു. ദാ നിൽക്കണു, ഇത് തന്നെ ബ്രഹ്മം. എരുമയെ കാണിച്ചിട്ട് പറഞ്ഞു, அது எருமை சுவாமி, நீதான் எருமை, உனக்குள்ள எருமை இருக்கிறதுனாலதான் எருமைன்னு தெரியறது, அது பிரம்மம். அந்த நாமரூபத்தை பார்த்து தானே எருமை சொல்றேன். அந்த நாமரூபம் உனக்குள்ளதான் இருக்கு. அந்த எருமைக்கு நான் எருமைன்னு தெரியாது, அதுக்கு சைதன்யம் தான் அது. அப்போ வித்யாவினய சம்பன்னே பிராமணே கவி. എരുമയാണെങ്കിലും പശുവാണെങ്കിലും എല്ലാത്തിലും ഒരേ ഭഗവാനാണുള്ളത്. ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ശാരദാദേവിക്ക് പൂജ ചെയ്യാനായിട്ട് ഒരു ദിവസം നൃസിംഹവനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പോകുമ്പോ ശാരദാക്ഷേത്രത്തിന് മുമ്പിൽ ഒരു പശു കിടക്കാണ്. അപ്പോ
പൂജയ്ക്ക് കൊണ്ടുവന്ന നിവേദ്യമൊക്കെ പശുവിന് കൊടുത്ത് പൂജാപുഷ്പമൊക്കെ പശുവിന്റെ തലയിൽ അർച്ചിച്ച് ദേവിക്ക് കൊണ്ടുവന്ന മാലയൊക്കെ പശുവിന് ചാർത്തി ശാരദാദേവിക്ക് പൂജ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എത്രയോ ഒരു ദിവസം. ആ കാലത്താണ് അദ്ദേഹത്തിനെ ഭ്രാന്താണെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു ആളുകൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്താൽ പിന്നെ എന്ത് പറയും? വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി. ആനയാണെങ്കിലും എന്താണെങ്കിലും ശരി, ആനയാലും ആ ഭഗവാനാണോ ഉള്ളത്. ശുനിചൈവ ശപാകേച്ച്. എല്ലാവരിലും ഉണ്ടെന്ന്. ഇരിഞ്ഞാലക്കുടയിൽ ഗീത ചൊല്ലുമ്പോ അടുത്തൊരു ആന നിൽക്കുമായിരുന്നു. അപ്പൊ ഈ ശ്ലോകമൊക്കെ ചൊല്ലുമ്പോ ആന തലയൊക്കെ ആട്ടി നല്ലവണ്ണം തുമ്പിക്കൈയൊക്കെ എടുത്ത് അനുമോദിച്ചു. അത് തലയാട്ടിക്കൊണ്ടേയിരിക്കും. വളരെ കുറുമ്പ് പിടിച്ച ആനയാണ്. അത് ഗീത ചൊല്ലുമ്പോ എന്റെ വലതുവശത്ത് നിൽക്കും. ആദ്യ അവസാനം തലയാട്ടിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ നീട്ടും. അടുത്ത വർഷം പോകുമ്പോഴേക്കും ആനയെ കൊടുത്തു. എന്താ ആന നമുക്ക് മുഖ്യ ശ്രോതാവായിരുന്നു ഗീതയ്ക്ക്. ആന എന്താ കൊടുത്തതെന്ന് വെച്ചാൽ ആനയ്ക്ക് സ്വഭാവം നന്നല്ല എന്ന് പറയണം. പറഞ്ഞാൽ കേൾക്കട്ടെ. ആന ഗീത കേട്ടിട്ട് സ്വഭാവം നന്നല്ലാതെ ആന അടുത്ത് നിന്ന് കേട്ടോണ്ടിരിക്കും. ആന ശുനി ഹസ്തിനി. ആനയുടെ ഉള്ളിലും ആ ഭഗവാനാണോ ഉള്ളത്. അവര് പറഞ്ഞു, സ്വാമി ഞങ്ങൾ ആ ആനയെ കൊണ്ടുപോകാൻ പെട്ട പാടുണ്ടല്ലോ, ലോറിയോ ട്രക്കോ ആണെങ്കിൽ തള്ളാം, ഇതിന് തള്ളാൻ പറ്റുമോ? അത് അനങ്ങണില്ല അവിടുന്ന്. അപ്പൊ പറഞ്ഞു, അത് ഗീത കേൾക്കാൻ രസിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് തള്ളിയിട്ട് അവിടുന്ന് പുറപ്പെടാത്തത്. ശുനിചൈവ സ്വഭാഗേച്ച പണ്ഡിതാഹ സമദർശിന. ആനയാണെങ്കിലും ശരി, നായാണെങ്കിലും ശരി. നാമദേവൻ റൊട്ടി കഴിക്കാനെടുത്തപ്പോ ഒരു നായ റൊട്ടി കടിച്ചുകൊണ്ട് പോയത്രേ. ആ നായയുടെ പുറകെ ഓടി അത് പാണ്ഡുരംഗനാണ് എന്ന് കണ്ടുകൊണ്ട് നായിനെ പിടിച്ച് ആ റൊട്ടിയിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് നായ്ക്ക് കൊടുത്തു. കഥയുണ്ട്. നായയുടെ ഉള്ളിലും ഭഗവാനാണ്. ഇതൊക്കെ ആ ദർശനമാണ്. അതായത് സമഭാവം. ഇതിനൊക്കെ അറ്റാച്ച്മെന്റ് വരാൻ പാടില്ല. സൂക്ഷിക്കണം. ഈ വിദ്യയൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ആളുകൾ പറഞ്ഞ അങ്ങനെയാണ് ഞങ്ങൾ നായിനെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി വളർത്തണത്, അതിനു വേണ്ടിയിട്ടല്ല ഈ വിദ്യ. നായിനെ നിങ്ങൾ വീട്ടിൽ കയറ്റി വളർത്തുന്നതും ഒരു തരത്തിൽ അതിന് ഹിംസയാണ്. അത് സ്വതന്ത്രമായി റോഡിലിറങ്ങി നടക്കേണ്ട സാധനമാണ്. അതിന് ഭക്ഷണം കൊടുക്കാം. അതിനകത്തുള്ള ഭഗവാനെ അങ്ങനെയാണ് ആരാധിക്കേണ്ടത്. അതിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിട്ട് വേണം ആരാധിക്കാൻ. അല്ലാതെ ഒരു ചങ്ങലയിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ടോ കൂട്ടിനകത്ത് ഇട്ടിട്ടോ അല്ല നായിലും ആത്മാ ഉണ്ട് എന്ന് പറയണത്. എല്ലാം അവിടെ അവിടെ ഇരിക്കട്ടെ. ലോകത്തിലെ ജീവികളൊക്കെ നമ്മൾ അതിനെടുത്ത് വ്യവഹരിക്കുകയോ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്യണില്ല. എല്ലാത്തിന്റെ ഉള്ളിലും അന്തര്യാമിരൂപനായ ഭഗവാൻ ഉണ്ട്. ഒന്നിനോടും അറ്റാച്ച്മെന്റ് വരാതിരിക്കാനാണ് ഈ ശാസ്ത്രം. വാസ്തവത്തിൽ ഇതിനെ നെഗറ്റീവായി ഉപയോഗിക്കാൻ പാടില്ല. ബ്രാഹ്മണനാണെങ്കിലും അതെ, നായാണെങ്കിലും അതെ, കുരങ്ങാണെങ്കിലും അതെ, പൂച്ചയാണെങ്കിലും അതെ, ഒന്നിനോട് ആസക്തിയില്ല. പക്ഷെ എല്ലാത്തിനും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒന്നും എന്റെ ഉള്ളിൽ പരിഭ്രമത്തിനെ ഉണ്ടാക്കണില്ല. ഒരു വിധത്തിലും സമദർശിത്വത്തിനെ ഇല്ലാതാക്കണില്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എല്ലാത്തിലും ഭഗവാനുണ്ട്, അതുകൊണ്ട് എല്ലാത്തിനോടും പോയി ഒട്ടിപ്പിടിക്കണമെന്നാണ്. അങ്ങനെയല്ല. ഒന്നും എന്റെ ഉള്ളിൽ സമത്വത്തിനെ ചലിപ്പിക്കണില്ലെങ്കിലേ ഇതിനൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയെന്നുള്ളൂ. എല്ലാത്തിനും നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും വ്യാവഹാരികമായിട്ട്. നമ്മളുടെ ശരീരത്തിന് ചെയ്യണ പോലെ അതാത് ശരീരത്തിന് എന്ത് വേണോ അത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളുടെ സമനില തെറ്റണില്ല. ശുനിചൈവ സ്വഭാഗേച്ച്. ചണ്ടാളനാണെങ്കിലും അതെ, ആ ചണ്ടാളനും ഈ ഭഗവത് തത്വം ഉണ്ട്. അവനോടും വെറുപ്പില്ല. ഇതിനെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഇട്ടു നോക്കുക. ലോകത്തിൽ ഒന്നിനും പ്രത്യേകത കൊടുത്ത് നമ്മളുടെ സമദർശിത്വത്തിനെ ഇല്ലാതാക്കരുത്. നമുക്ക് വെറുപ്പോ ആസക്തിയോ ഉണ്ടാകുമ്പോ നമ്മളല്ലാതായിട്ട് തീരും. വെറുപ്പും ആസക്തിയും ഉണ്ടാവാൻ കാരണം എന്താ? പ്രത്യേകതകളാണ് വെറുപ്പും ആസക്തി ഉണ്ടാക്കുന്നത്. എല്ലാം ഒരേ വസ്തുവാണെന്ന് പറഞ്ഞാൽ വെറുപ്പ് ആസക്തിയില്ല. പ്രത്യേകതകൾ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനാണ്. പ്രത്യേകത, റെസ്പെക്ടബിലിറ്റി അധ്യാത്മ ഫീൽഡിലാണ് ഏറ്റവും അധികം ഉള്ളത്. ഇതിൽ നിന്നാണ് മാനം ഉണ്ടാവുന്നത്.
ആ ഫീൽഡിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം. എനിക്ക് ചിലപ്പോൾ തോന്നും സിനിമാ ആക്ടറുകാർക്ക് പോലും ഇത്രയധികം മാനമുണ്ടാവില്ല. ഈ മണ്ഡലത്തിൽ വരുമ്പോഴേക്കും ആളുകളും ഉണ്ടാക്കും, അവരും ഉണ്ടാക്കും, അതിനൊരു പ്രത്യേക രീതികളൊക്കെ ഉണ്ടാക്കി തീർത്തിട്ട് അതിനകത്ത് ഞങ്ങൾ തന്നെ കൊടുക്കും. ആ പ്രത്യേകത ഉണ്ടാവുമ്പോൾ അതിൽ നമ്മൾക്ക് ആസക്തി ഉണ്ടാവും, മറ്റുള്ളവർക്കും അതിൽ പ്രത്യേകത ഉണ്ടാവും. ഈ പ്രത്യേകത ഉണ്ടാവുമ്പോൾ രാഗമുണ്ടാവും, ദ്വേഷം ഉണ്ടാവും. നമ്മൾ ഒന്നിനോടും ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു നാമരൂപത്തിനോടും ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മാനം, ദ്വേഷം, രാഗം ഒന്നും ഉണ്ടാവില്ല. ലോകത്തിലെ ഏത് കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, പ്രത്യേകത ഉണ്ടെങ്കിൽ രാഗം ഉണ്ടാവും, അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാവും. പ്രത്യേകത ഇല്ലാതാവണമെങ്കിലോ നമ്മൾ നമ്മളുടെ സമദർശിത്വത്തിനെ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ പ്രത്യേകതയെ അംഗീകരിക്കാതെ വ്യവഹരിക്കുക. വ്യവഹാരത്തിൽ സാധാരണമായിട്ട് വ്യവഹരിക്കാം. പ്രത്യേകതകളെ ഉള്ളിന്ന് എടുത്തു കളയാം, ശാന്തമാക്കാം. ഉള്ളില് എപ്പോഴും ആ സമദർശിത്വം, സമനിലയ്ക്ക് ഭഞ്ജനം വരാത്ത വിധത്തിൽ നിർത്താം. ഇതൊക്കെ തന്നെ വ്യവഹാരം പ്രധാനമാവുമ്പോൾ സാധ്യമല്ല നമുക്ക്. വ്യവഹാരം പ്രധാനമാവുമ്പോൾ ഒരുപാട് അതില് കുഴപ്പങ്ങൾ വന്നു ചേരും. അപ്പോ പണ്ഡിതാഹ സമദർശിന എന്ന് പറഞ്ഞിട്ട് ആ സമദർശിത്വം, അതായത് നമ്മൾക്ക് പുറത്തുള്ള ഒരു വസ്തുക്കളും എന്റെ ഉള്ളിലുള്ള സമദർശിത്വത്തിനെ ബാധിക്കണില്ലെങ്കിൽ, എന്റെ ചിത്ത് പല നാമരൂപങ്ങളുടെ വേഷം കിട്ടണില്ലെങ്കിൽ, സ്വർണം വളയായിട്ടും മാലയായിട്ടും മോതിരമായിട്ടും കിരീടമായിട്ടും കങ്കണമായിട്ടും മാറുമ്പോ സ്വർണം എന്നുള്ളത് പോയിട്ട് വള, മാല, മോതിരം, കങ്കണം, കിരീടം എന്ന് പേര് വരുന്ന പോലെ എന്റെ ഉള്ളിലുള്ള ചിത്ത് ഭാര്യയായിട്ടും കുട്ടികളായിട്ടും എനിക്ക് വേണ്ടപ്പെടാത്തവരായിട്ടും എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ടും എന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടും എന്റെ രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതായിട്ടും ഹിന്ദുവായിട്ടും മുസൽമാനായിട്ടും എന്റെ രാജ്യക്കാരനായിട്ടും വേറെ രാജ്യക്കാരനായിട്ടും ഒക്കെ എന്റെ ചിത്ത് നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കകത്ത് കാണാം. ഒരേ സ്വർണം പല വേഷം പെട്ടുന്ന പോലെ ഒരേ ചിത്തമായിട്ട് പല ഫോംസ് എടുത്തിട്ട് അതിൽ ഒന്നും സംഭവിക്കണില്ല അല്ലേ? ഒരു സിനിമ കാണുമ്പോ എന്താ, ഒരു മാച്ച്, ക്രിക്കറ്റ് മാച്ച് കാണുമ്പോ ഇവര് ഇന്ത്യക്കാരാണ്, അവര് ഓസ്ട്രേലിയക്കാരാണ് എന്ന് ഉള്ളിൽ തീരുമാനിച്ചിട്ട് അവര് പണം വാങ്ങിക്കൊണ്ടു പോകും. ചിലപ്പോൾ മാച്ച് ഫിക്സിംഗ് ആയിരിക്കും. എന്തായാലും എന്താ, ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ ആവുകയും അപ്പൊ ഒരു ഡോക്ടറെ അടുത്തിരുന്ന് അളന്നു നോക്കുകയാണെങ്കിൽ കാരണം BP കൂടുന്നതും കുറയണതും, നെർവ്സിൽ ഉണ്ടാവുന്ന ന്യൂറോട്ടിക് പ്രോബ്ലംസ്, ഉള്ളിലുണ്ടാവുന്ന പലവിധ വികാരഭേദങ്ങള്, ഉള്ളിലുണ്ടാവുന്ന സെക്രീഷൻസ് ഒക്കെ അളന്നു നോക്കിയാൽ കാണാം ഒന്നും സംഭവിക്കണില്ല അതിൽ കണ്ടിട്ട്. അല്ലെങ്കിൽ ഒരു സിനിമ, നമ്മൾക്ക് എന്തിനോടെങ്കിലും ഒരു താതാത്മ്യം പ്രാപിച്ചിട്ട് സിനിമയിൽ ഒന്നുമില്ലെങ്കിലും വെറും കള്ളമാണെങ്കിലും അതിൽ ടെൻഷൻ ഉണ്ടാവുകയും ഡിപ്രഷൻ ഉണ്ടാവുകയും സസ്പെൻസ് ഉണ്ടാവുകയും പേടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് സത്യമല്ലെങ്കിൽ, അതുകൊണ്ടാണ് ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ലോകം മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മിഥ്യയാണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയുന്ന സിനിമയിൽ പോലും നമ്മൾ ഒന്നിനോട് ആസക്തമായിട്ട് നമ്മളുടെ ഉള്ളിൽ കാമവും ക്രോധവും ലോഭവും ദ്വേഷവും മതവും ആശ്ചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്, കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അല്ലേ? അപ്പൊ ഒന്ന് മിഥ്യയാണെന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ആഗ്രഹ നിവൃത്തിയാണ് പ്രധാനം. നമ്മളുടെ ഉള്ളിലുള്ള ചിത്ത് നമ്മൾ തന്നെ കാണണം. നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ കേവലമായ എക്സിസ്റ്റൻസിൽ ഉദിക്കുന്ന മനസ്സ് പല വ്യക്തികളുടെ വേഷം കെട്ടി ഇഷ്ടവുമായി അനിഷ്ടമായി വെറുപ്പായി അതായി പലതുമായി മാറിക്കൊണ്ട് നമ്മളുടെ സമദർശിത്വത്തിനെ ഭഞ്ജിക്കുന്നത് നമുക്ക് തന്നെ കാണാം. ആശ്ചര്യം അതാണ്. സിനിമയൊക്കെ അതിന് നല്ല ഉദാഹരണമാണ്. TV എല്ലാം ആളുകൾ ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ, ഷെയർ മാർക്കറ്റ് ഹോൾഡേഴ്സൊക്കെ ബഹു തമാശക്കാരാണ്. അവർ ഈ TV ഷെയർ മുകളിൽ പോകുമ്പോൾ അവർ മേലെ പോവും, ചുവട്ടിൽ വരുമ്പോ ചുവട്ടിൽ വരും, മുകളിൽ പോവും, ചുവട്ടിൽ വരും. ഒരു കാര്യവുമില്ല. കയ്യിൽ ഒരു അരക്കാശ് കയ്യിലൊന്നും തൊടുന്നില്ലെങ്കിൽ പോലും ഭാവനാമണ്ഡലത്തിൽ പണക്കാരാവുകയും ദരിദ്രരാവുകയും പൊളിഞ്ഞു പാളീസാവുകയും കോടീശ്വരന്മാരാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്ര ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടാവണം നോക്കൂ.
ഇങ്ങനെ ഒന്നും പുറമേ നടക്കുന്ന ഒന്നും തന്നെ എന്റെ അകമേയുള്ള ചിത്തിനെ സ്പർശിക്കാതെ, ചിത്തമായിട്ട് മാറാതെ, വ്യക്തികളുടെ രൂപം പൂണ്ട് നിൽക്കാതെ, എല്ലാത്തിനു പുറകിലും ഉള്ള സ്വർണം ഒന്നാണെന്നും വളാമാല മോതിരമൊക്കെ സ്വർണമാണെന്ന് അറിയുന്നവൻ കനകൈകദർശിയാവുന്ന പോലെ അകമേയുള്ള ചിത്തില് ഉണ്ടാവുന്ന നാമരൂപങ്ങൾക്കൊക്കെ പുറകിൽ ചിത്താണെന്ന് അറിയുന്നവൻ ആ ചിത്തിൽ പ്രതിഷ്ഠിതനായി കഴിഞ്ഞാൽ അയാളെ പുറമേയുള്ള നെയിംസ് ആൻഡ് ഫോംസ്, നാമരൂപങ്ങൾ അകമേ രാഗദ്വേഷം ഉണ്ടാക്കാതെ അയാളെ യോഗസ്ഥിതിയിൽ ഇരുത്തുകയാണെങ്കിൽ അയാൾ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ സൃഷ്ടിയെ ജയിച്ചവനാണ് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കൂ. ഇഹൈവ തൈർജിത സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മാ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. അവർ ബ്രഹ്മത്തിൽ സ്ഥിതരാണ്. ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താ? നിർദോഷം, സമം. ഗുണദോഷങ്ങൾ ഉണ്ടാവാത്തതും സമമായിട്ടുള്ളതുമായ ആന്തരിക സ്ഥിതിക്കാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത്. അവിടെ ദോഷം എന്ന് പറഞ്ഞാൽ ദോഷമല്ല, ഗുണവും ദോഷവും. ഗുണദോഷ ദൃശിർ ദോഷ ഗുണസ്തു ഉഭയവർജിത എന്ന് ഭാഗവതം. ഒന്നിനോട് ഗുണമുണ്ടെങ്കിൽ ആസക്തി ഉണ്ടാവും, ദോഷദൃശി ഉണ്ടെങ്കിൽ വെറുപ്പുണ്ടാവും. ഈ രണ്ട് മൂവ്മെന്റും ഇല്ലായ്മ ആണ് ഗുണം. സമം എന്ന് വെച്ചാൽ ശാന്തി, നിശ്ചലത. നിർദോഷം ഹി സമം. അതിനെ അവരെങ്ങനെ കാണും? ഈഹൈവ എന്നുവെച്ചാൽ ഇവിടെ തന്നെ, ഇപ്പൊ തന്നെ, ശരീരത്തിലിരിക്കുമ്പോ തന്നെ. സർഗഹാജിത, അവരാൽ സൃഷ്ടി ജയിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഇനിമേലാൽ പുനരാവൃത്തിയില്ല, ചലനമില്ല. ഗച്ഛന്തി അപുനരാവൃത്തിയും ജ്ഞാനനിർധൂത കൽമഷാഹ എന്ന് പറഞ്ഞു. അവര് നസ പുനരാവർത്തതേ എന്ന് ശ്രുതി പറയുന്ന ആ ശ്രുതിവാക്യത്തിനനുസരിച്ച് അവർക്ക് ഇനിയൊരു തിരിച്ചു വരവില്ല. അവരിവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ, ജീവിക്കുമ്പോ തന്നെ സർഗത്തിനെ ജയിച്ചവരാണ്. ഇഹൈവ തൈഹി ജിത സർഗ. ആര്? ഏഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സ് സാമ്യത്തിൽ സ്ഥിതമാണോ. നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. കർത്തൃത്വം ന കർമാണി തൊട്ട് തുടങ്ങി ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ വളരെയധികം മനനം ചെയ്യേണ്ട ശ്ലോകങ്ങളാണ്. അതിൽ ഇത് ലക്ഷ്യമാണ്, ഇഹൈവ തൈർജിത സർഗ എന്നുള്ളത്. അതായത് നമുക്ക് മുമ്പിൽ എന്തൊക്കെ നടന്നാലും നമ്മൾക്ക് നടക്കുന്നില്ലെന്നിരിക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മളെ ഒരാൾ ചീത്ത വിളിക്കുകയും മറ്റു പലതും ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് അറിയുമോ? ഇല്ല. ഉണർന്നിരിക്കുന്നാലാണ് അറിയണത്. അതെങ്ങനെ അറിഞ്ഞു? മനസ്സ് രജിസ്റ്റർ ചെയ്യണു, നമ്മളുടെ അറിവ് അതിൽ പ്രവർത്തിക്കുന്നു. ആ വാക്കുകളെയൊക്കെ നമ്മളെടുത്ത് അർത്ഥം കൽപ്പിക്കുന്നു. അർത്ഥം കൽപ്പിക്കുന്നതോടൊപ്പം എന്നെയാണെന്ന് പറയണത് എന്നുള്ള അഭിമാനം ഉണ്ടാവണു. ഈ ചലനങ്ങളൊന്നുമില്ലെങ്കിൽ, നിശ്ചലമാണെങ്കിൽ അവൻ സർഗത്തിനെ ജയിച്ചിരിക്കുന്നു. അവന് ഇനിമേലാൽ വാസനകൾ ഉള്ളിൽ ഉണ്ടാവില്ല, സംസ്കാരങ്ങൾ ഉള്ളിൽ ഉണ്ടാവില്ല, ചലനം ഉണ്ടാവില്ല. ന പശ്യതാം സത് ചലനം കഥാപി. സത്തിനെ കണ്ടവൻ ചലിക്കില്ല. സത്തിനെ കാണാത്തവൻ ചലിക്കും. ആ സത്തിനെ കണ്ടവനാണ് ഇവിടെ തന്നെ, ഇപ്പൊ തന്നെ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ സർഗത്തിനെ ജയിച്ചവനെന്ന് ഭഗവാൻ പറഞ്ഞത്. അവൻ അജ്ഞാനം നീങ്ങിയവനാണ്, ആവരണം ഒഴിഞ്ഞവനാണ്. ആവരണം ഒഴിഞ്ഞവന് പകൽ വെളിച്ചം പോലെ സത്ത് നിത്യനിരന്തരം അപരോക്ഷമായി പ്രകാശിക്കണം. ആവരണമുള്ളത്തോളം കാലം അത് ഉണ്ടെങ്കിലും സ്വീകരിക്കപ്പെടണില്ല. ആവരണം ഒഴിഞ്ഞവന് നിത്യനിരന്തരമായ സദനുഭവമാണ്. അത് തന്നെ ചിത്ത്, അത് തന്നെ ആനന്ദം, അത് തന്നെ പ്രിയം.
അതിനെ വരിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ ശരണം വ്രജ. അതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒന്നും അങ്ങനെ ഉള്ളതൊക്കെ വിട്ടുകളഞ്ഞിട്ട് അതിലിരിക്കൂ. അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞ് ധീരനായി സതസതിഥി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി അമർന്നിടേണം. അതും ഇതുമായിട്ട് ഇനി ഇരിക്കണ്ട. നാഹം മനുഷ്യോ ന ച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്തു ഭിക്ഷുർന ചാഹം നിജബോധരൂപ എന്ന തത്വദർശനം. ചിത്വദർശനം, തത്വദർശനം. രമണ ഭഗവാന്റെ വാക്കതാണ്. ചിത്വദർശനമാണ് തത്വദർശനം എന്നാണ്. താനേ താനേ തത്വം. താനാണ്, തന്റെ സ്വരൂപമാണ് തത്വം. അതിനെ ചിത്തിനെ കാണുന്നതാണ് തത്വദർശനം. ചിത്വം ആണ് തത്വം. ചിത്തായിട്ടിരിക്കലാണ് തത്വദർശനം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും അറിയലല്ല. അങ്ങനെ താൻ തന്നെ കണ്ടെത്തി തന്നിലിരിക്കുന്ന ആ ക്ലാരിഫൈഡ് വിഷൻ, അതാണ് ഒരുത്തനെ വിമുക്തനാക്കുന്നത്. സുഖം ബന്ധാത് പ്രമുച്യതേ. നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.